ധർമ്മസ്ഥലയിലേക്കാണ് നിർണായക നീക്കങ്ങളുമായി SIT എത്തിയിട്ടുണ്ട്. കൊലപാതക പരമ്പരയ്ക്ക് തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി യഥാർത്ഥമാണെന്ന് FSL റിപ്പോർട്ട് വന്നതോടെ രംഗം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് SIT. ബംഗ്ലഗുഡയിൽ നിന്ന് വിറ്റൽ ഗൌഡ തലയോട്ടി എടുക്കുന്നതിന് ദൃക്സാക്ഷിയായ പ്രദീപ് കുലാലിനോടും സംഘത്തോടും ഒപ്പം എത്തിയാണ് പുനരാവിഷ്കരണം നടത്തിയത്. അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പുനരാവിഷ്കരിച്ചത്. ഇതിനിടയിൽ പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളുകൾ സാമ്യമായിട്ടുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SIT. ജൂൺ ആദ്യ വാരത്തിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന പുനരാരംഭിച്ചേക്കും. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, കുറച്ചൊരു ഇടവേള ഉണ്ടായിരുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നില്ല. അതിനിടയിലാണ് നിർണായകമായ SITയുടെ ഈ ഒരു കാര്യങ്ങൾ വരുന്നത്, ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. 2 സാമ്പിളുകൾ മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് നിർണായകമായ നീക്കം തന്നെയാണ്. ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബൈജു ഉൾപ്പെടെ എത്രയോ നാളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നതാണ്. അവിടെ നിന്നും ഇപ്പോഴിതാ ഒരു ബ്രേക്ക് ത്രൂ എന്ന രീതിയിൽ തന്നെ പറയണമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും ഹരി. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം ഈ ലഭിച്ച അസ്ഥികൂടങ്ങൾ, അതോടൊപ്പം നിരവധി അസ്ഥികൂട അവശിഷ്ടങ്ങൾ, ഇതിന് ഉത്തരം കൃത്യമായി കിട്ടേണ്ടതുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതായത് കൃത്യമായി കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ ബംഗളൂരുവിലെ ഫോറൻസിക് പരിശോധനാ ലാബിൽ നിന്നും ഇത് പരിശോധിച്ചപ്പോൾ ആ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അത് തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ വലിയ വഴിത്തിരിവായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ SIT സംഘം വിശദമായൊരു പരിശോധനയിലേക്ക്, വിപുലമായ ഒരു പരിശോധനയിലേക്ക് വീണ്ടും കടക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ജൂൺ ആദ്യ വാരത്തോടുകൂടി, അതായത് ബംഗളഗുഡ കേന്ദ്രീകരിച്ച് വിപുലമായ ഒരു തെരച്ചിൽ നടത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ കോടതിയുടെ ചില ഉത്തരവൊക്കെ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതായത് ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം ഉൾപ്പെടെ ബൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ബംഗളഗുഡയിൽ നിഗൂഢമായ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ SIT ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്നതിനും അപ്പുറം വലിയ തോതിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ബംഗളഗുഡയിൽ നിന്നും പുറത്തു വന്നേക്കാം. അതുതന്നെയാണ് SIT ഉദ്യോഗസ്ഥർ പറയുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ നിർണായകമായ മറ്റു ചില വിവരങ്ങളൊക്കെ ഉണ്ട്. ഈ കേസിന്റെ അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല. കൂടുതൽ ഈ ലഭിച്ച അസ്ഥികൂടങ്ങളിൽ കൂടുതൽ എണ്ണവും തിരിച്ചറിഞ്ഞതായ ഒക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത് ആധികാരികമായി SIT തന്നെയാണ് പുറത്തു പറയേണ്ടത്. നിലവിൽ നമുക്ക് സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത് 2 അസ്ഥികളാണ്. ഇത്തരത്തിൽ കുടകിൽ നിന്നും അതുപോലെ തന്നെ ബംഗളൂരിൽ നിന്നും കാണാതായ 2 പേരുടെ അസ്ഥിയാണ് ഇപ്പോൾ DNA മാച്ച് ആയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹരീഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച തലയോട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഈ തലയോട്ടിയാണ് ഈ കേസിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമായത്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ 100 കണക്കിന് യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ഈ ഒരു ബംഗളഗുഡയും അത് ഈ ധർമ്മസ്ഥലയിലെ പല ഭാഗങ്ങളിലുമായി താൻ സംസ്കരിച്ചിട്ടുണ്ടെന്നായിരുന്നു ചിന്നയ്യ ആദ്യം മൊഴി നൽകിയിരുന്നത്. അതിന് തെളിവായാണ് ഈ തലയോട്ടി എടുത്തിരുന്നത്. പക്ഷേ ആ തലയോട്ടി ഒരു വ്യാജ തെളിവ് എന്ന നിലയിലായിരുന്നു വലിയ തോതിൽ പ്രകടനമുണ്ടായത്. പക്ഷെ അത് അങ്ങനെയല്ല, അത് ബംഗളഗുഡയിൽ നിന്നും എടുത്ത തലയോട്ടി തന്നെയാണ് എന്നിപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത്. കാരണം ഈ തലയോട്ടിയിലുണ്ടായ മണ്ണും അതോടൊപ്പം ഈ ബംഗളഗുഡയിലെ മണ്ണും അത് രണ്ടും സാമ്യമുണ്ടായി എന്നതാണ് ഈ കേസിൽ വലിയ വഴിത്തിരിവായിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 പേരുടേതെങ്കിലും ഒരു DNA പരിശോധനാ ഫലം മാച്ചാണെന്ന സ്ഥിരീകരണം വരുന്നതും ഈ കേസിൽ വലിയ വഴിത്തിരിവായിരിക്കും. ഇനി കൂടുതൽ പേരുടെ ഇത്തരത്തിൽ DNA പരിശോധനാ ഫലം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ അന്വേഷണം തുടങ്ങിയതിനു ശേഷം 74 പേരുടെ കാണാതായ പരാതികളാണ് ഇപ്പോൾ ധർമ്മസ്ഥല ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം DNA പരിശോധനാ ഫലം ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോറൻസിക് ലാബിൽ നിന്നും വന്ന റിപ്പോർട്ട് പ്രകാരം ഇത് മാച്ച് ആവുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ പ്രധാനമായും നോക്കുന്നത്. അതോടൊപ്പം ഇതിൽ തുടക്കത്തിൽ വലിയ സാക്ഷിയായി ഉണ്ടായ ചിന്നയ്യ എന്ന് പറയുന്ന മാസ്ക് മാൻ ഏറ്റവും ഒടുവിലായി കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണെന്ന് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ധർമ്മസ്ഥല വീണ്ടും സജീവ ചർച്ച ആകാൻ പോകുന്നു എന്ന സൂചനകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഈ കേസിൽ പ്രതികളാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതിൽ നിന്നും മാറി ഇതിൽ കൊലപാതകം, നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, കൂട്ട സംസ്കാരം ഇവിടെ ഈ ഒരു ബംഗളഗുഡയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഫോറൻസിക് പരിശോധനാ ഫലം വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട ആ രഹസ്യം, അതായത് 3 പതിറ്റാണ്ടുകൾക്ക് അപ്പുറം കുഴിച്ചു മൂടപ്പെട്ട ആ രഹസ്യം പുറത്തു വരുമോ എന്നാണ് ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. അതിനുള്ള ഒരുക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഏതായാലും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഈ കാര്യത്തിൽ പൂർണ്ണ പിന്തുണയാണ് SITക്ക് നൽകിയിരുന്നത്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ
ഈ SIT പിരിച്ചുവിടുമെന്നൊക്കെ വലിയ തോതിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല, SIT അതേ രീതിയിൽ തന്നെ അവരുടെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായും ഈ ഒരു FSL റിപ്പോർട്ട് വരാനായിരുന്നു പ്രധാനമായും ഈ ഒരു സംഘം കാത്തിരുന്നത്. അത് അവർക്ക് ലഭിച്ചിരിക്കുന്നു. നിരവധി വിവരങ്ങൾ ഈ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അതിപ്പോൾ പുറത്ത് വിടുന്നില്ല. കാരണം നമ്മളോടും ചില കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അത് അന്വേഷണത്തിന് ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് പറയുക വയ്യ. ഏതായാലും വൈകാതെ തന്നെ പല തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നേക്കാം. അത് തന്നെയാണ് SIT ഇപ്പോൾ അത് തേടിയുള്ള ഒരു അന്വേഷണമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും 2025 ജൂലൈ 15 ആദ്യം ന്യൂസ് 18 ധർമ്മസ്ഥലയിലെത്തുന്നത്. അവിടെ സംസാരിക്കാൻ കഴിയാതെ, സംസാരിക്കാൻ വേദി ഇല്ലാത്ത ഒരുപാട് ആളുകൾ, ഉറ്റവർ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മൾ അന്ന് കണ്ടു. അത് നമ്മൾ പുറം ലോകത്തെത്തിച്ചു. പിന്നീട് അത് വലിയ വിപ്ലവമായി. അത് എല്ലാ ചാനലുകളും ഏറ്റെടുത്തു. പ്രത്യേകിച്ച് കന്നഡ ചാനൽ നിശബ്ദമായിരുന്നു അത്ര വരെ. പിന്നീട് നിശബ്ദമായ ആ കന്നഡ ചാനലുകളെല്ലാം കൂട്ടത്തോടെ ഈ വാർത്തകൾ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നടന്ന അന്വേഷണം അത് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ അത്രത്തോളം വലിയൊരു അന്വേഷണമായിരുന്നു. ഇതിൽ സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലുള്ള പലതരം സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അത് ആ അന്വേഷണ ഘട്ടത്തിലൊക്കെ നമ്മൾ 1 മുതൽ 13 വരെ നേത്രാവതി പുഴയുടെ ഓരോ തീരത്തും മാർക്ക് ചെയ്ത് അവിടെ കുഴിച്ചു പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം, അതായത് 30 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു കഥ, ഇത് ആരംഭിക്കുന്ന ഈ ഒരു കഥ, അതിൽ പല സ്ഥലത്തും പരിശോധന നടത്തിയപ്പോൾ മണ്ണ് മൂടിയതും റോഡിന്റെ നിർമ്മാണവും ഒക്കെ കാരണം അവിടെ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചില്ല. പക്ഷേ ബംഗളഗുഡ അങ്ങനെയല്ല, അതൊരു വനപ്രദേശമാണ്. ആ ബംഗളഗുഡ പരിശോധന നടത്തുമ്പോൾ അവിടെ നിരവധി ഇത്തരത്തിലുള്ള അസ്ഥികൂടാവശിഷ്ടങ്ങൾ, പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ ഒക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പഴക്കമുള്ളതുണ്ട്. 2020-ലും 2023-ലും ഒക്കെയുള്ള മൃതദേഹങ്ങളുണ്ട്. അങ്ങനെ അത് സ്ത്രീയുടേതുണ്ട്, പുരുഷൻ്റെതുണ്ട്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ട്. അങ്ങനെ നിരവധി അസ്ഥികൂടങ്ങൾ ലഭിക്കുന്നു. അതായത് 1000-ഓളം അസ്ഥികൂട ഭാഗങ്ങളും 8 പൂർണ്ണ അസ്ഥികൂടങ്ങളാണ് ലഭിച്ചത്. ഏതായാലും ഇത് പരിശോധന നടത്തിയതിനു ശേഷം, ഇതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയതിനു ശേഷം തുടരന്വേഷണം മതി എന്നൊരു നിലപാടിലായിരുന്നു SIT ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഫോറൻസിക് ലാബിലേക്ക്, ബംഗളൂരുവിലേക്ക് ഈ ഒരു പരിശോധനയ്ക്കായി അയക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ പരിശോധനാ ഫലം വന്നത്. ഞെട്ടിപ്പിക്കുന്ന പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചതുപോലെ, ഈ തുടക്കത്തിൽ സാക്ഷി ആരോപിച്ചതുപോലെ ഇവിടെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി അത് എന്തിനാണ് ഇത്തരം കൊലപാതകങ്ങൾ നടന്നത്, ബലാത്സംഗം നടന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഏതായാലും ഇതിൽ പ്രതികളായവരെ ഒക്കെ അന്നത്തെ ആ പ്രതികളായവരൊക്കെ പലർക്കും ഇപ്പോഴും അറിയാം. കാരണം സൗജന്യ കേസിലൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു, അവിടെയുള്ള ആളുകൾ പ്രതികളെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ നിരപരാധിയായ ആളുകളെയാണ് ഈ കേസിൽ കൊടുക്കേണ്ട ആരോപണം അവർ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഇപ്പോഴും അവർ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ധർമ്മസ്ഥലയുടെ മണ്ണിൽ ഇത്തരം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരുമോ, ഇവർക്ക് കയ്യാമം വിലങ്ങു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അത് ഇനി ഏറെ വൈകാതെ തന്നെ ഇതിലൊരു അന്തിമ കുറ്റപത്രം ഈ SIT സംഘത്തിന് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിന് അധികം താമസമില്ലാതെ തന്നെ അത്തരം നടപടികൾ നടക്കും. അതിനു മുമ്പ് അവസാനമായുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് ഈ രംഗം പുനരാവിഷ്കരിച്ചു. പ്രത്യേകിച്ച് തലയോട്ടി, ആ ബംഗളഗുഡയിൽ നിന്നും പുറത്തേക്കെടുത്ത ആ ഒരു രംഗമാണ് ഇപ്പോൾ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അതേ വസ്ത്രം, അന്ന് 2025 ഈ ഒരു തലയോട്ടി പുറത്തെടുക്കുമ്പോൾ ഉപയോഗിച്ച അതേ വസ്ത്രം, അതേ രീതിയിൽ എവിടുന്നാണോ ഈ ഒരു അസ്ഥികൂടം എടുത്തത് അവിടെ കുഴിച്ച് അത് പുറത്തേക്കെടുക്കുന്ന രീതിയിലുള്ള രംഗമാണ് പുനരാവിഷ്കരിച്ചത്. അത് വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൽ നിർണായകമായ നീക്കങ്ങൾ SIT നടത്തുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ബംഗളഗുഡ നമുക്കറിയാം, ആളുകൾ അധികം കടന്നു ചെല്ലാത്ത, വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള കാട് മൂടിയ പ്രദേശമാണ്. അവിടെ വെളിച്ചം ഇല്ലാത്തൊരു പ്രദേശമാണ്. അവിടെ ജനറേറ്റർ സൗകര്യം ഏർപ്പെടുത്തി വലിയ തോതിൽ വെളിച്ചങ്ങളൊക്കെ ഇപ്പോൾ അവിടെ SIT ഏർപ്പെടുത്തുന്നുണ്ട്. അത് ഇനി എന്ത് നീക്കത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വൈകാതെ തന്നെ അത്തരം രാത്രിയും പകലും എന്നില്ലാതെ വലിയ അന്വേഷണത്തിലേക്കാണോ SIT കടക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല, വിദഗ്ധരായ സംഘം ബംഗളൂരുവിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധർ ധർമ്മസ്ഥലയിൽ എത്തിയിട്ടുണ്ട്. അവരും കഴിഞ്ഞ ദിവസം ഈ രംഗം പുനരാവിഷ്കരിക്കുന്ന സമയത്ത് അവരും ഉണ്ടായിരുന്നു. ഫോറൻസിക് ഇപ്പോൾ ഈ ഒരു പരിശോധനാ ഫലം പുറത്തു വന്ന അതേ ലാബിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. എന്നാലും SITയുടെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായ നീക്കം, അത് അവസാനത്തെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ, മാത്രമല്ല വലിയ തോതിൽ വ്യാജ ആരോപണം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയവർ, അവർക്കെല്ലാം മറുപടിയായി SITയുടെ നിർണായകമായ നീക്കം അത് തന്നെയാണ് കാണേണ്ടിയിരിക്കുന്നത്. തർക്കമില്ല. കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18-നും KV ബൈജുവിന്റെ നേതൃത്വത്തിൽ പൊക്കൊണ്ടിരുന്നപ്പോഴേക്കും പല മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തത് പോലുമില്ല. ആ സാഹചര്യത്തിൽ ന്യൂസ് 18 ഈ വാർത്തയുമായി മുന്നോട്ട് പോയി. അതിനിടയിൽ കുറച്ചിടവേളയ്ക്ക് ശേഷം ഒരു നിർണായകമായ കണ്ടെത്തൽ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. FSL റിപ്പോർട്ട് വരുന്നു. അതിൽ DNA സാമ്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. ഇനി SITയുടെ
യുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് രാത്രിയും പകലുമായി നീണ്ടു നിൽക്കുന്ന അന്വേഷണങ്ങൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചും കാര്യങ്ങളുണ്ട്. ഏതായാലും ഒരു നിർണായകമായ ഒരു ബ്രേക്ക് ത്രൂ ആണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല.